ആഹാ, അപ്പൊ നിങ്ങൾ കാര്യം എന്ന് പറഞ്ഞില്ലേ? എടാ, മുസ്ലിമീങ്ങളെ മുഴുവൻ കച്ചപ്രസ്ഥാപനങ്ങൾ പൂട്ടാൻ പോവാണ്. നമ്മൾ ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിലേക്ക് വീഴാൻ പോവാണ്. ഇന്നലെ വരെ ഷവർമായും പൊറോട്ടയും ഇറച്ചിയൊക്കെ തിന്നില്ലേ? ഇനി തിന്നാൻ പറ്റത്തില്ല, ഇനി കൈനീട്ടി ജീവിച്ചോ. അപ്പൊ നിങ്ങൾ കാര്യം എന്ന് പറഞ്ഞില്ല. എടാ, മുസ്ലിമീങ്ങൾക്ക് 1 രൂപയുടെ പോലും കച്ചവടം കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുക്കാതിരുന്നാൽ സ്വർഗമോഹികളായ മുസ്ലിമീങ്ങൾ താനെ പാതാളത്തിലേക്ക് ഒലിച്ചു പോകുമെന്നാണ് ലക്ഷ്മി കോനോത്ത് ചേച്ചിയുടെ ആഹ്വാനം. ഇനി എന്ത് ചെയ്യും? ഞാൻ എൻ്റെ മക്കളെയൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് കരയാണ്. ഇനി എങ്ങനെ ജീവിക്കാൻ പറ്റും? നമ്മുടെ കടയിൽ നിന്ന് 1 രൂപയുടെ സാധനം മേടിക്കത്തില്ലെന്നാ പറയുന്നത്. ദൈവം എന്താ ചെയ്യുക? എടാ മക്കളെ, ആരെങ്കിലും ലുലുവാണി നിൽപ്പുണ്ടെങ്കിൽ ബില്ല് കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പുറത്തെ കൗണ്ടർ വഴി പുറത്തേക്ക് ഓടിക്കും. വെറുതെ ബഹുമാനപ്പെട്ട യൂസുഫ് അലി സാഹിബിന് പൈസ ഉണ്ടാക്കി കൊടുക്കരുതേ. വെറുതെ മുസ്ലിങ്ങളുടെ കടകളൊക്കെ അങ്ങ് ബഹിഷ്കരിച്ച് എന്താ ചെയ്യുക പടച്ചോനെ? എൻ്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളെ, ഹൃദയമുള്ള മനുഷ്യരെ, ഈ സ്ത്രീയുടെ അടക്കമുള്ളവരുടെ, ലസിത പാലക്കൽ അടക്കമുള്ളവരുടെ കമൻറ്റ് ബോക്സിൽ പോയി നിർവൃതി കൊള്ളുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാണ്. അവർ നല്ല സാരി വാങ്ങും, അവർ നല്ല പുട്ടി വാങ്ങും, അവർ നല്ല ഭക്ഷണം കഴിക്കും, ഉടുത്തൊരുങ്ങി നടക്കും. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മുടെ മതത്തിൽപ്പെട്ടവർ മാത്രമല്ല അതിനുവേണ്ടി ചേർന്ന് നിൽക്കുന്നത്. രാവിലത്തെ ഒരു വിഷയം ഞാൻ പറയാം. പ്രഭാതത്തിൽ ഞാൻ കണ്ട ആദ്യത്തെ കമൻ്റ് എന്ന് അറിയോ? രതീഷ് എന്ന് പറയുന്നൊരു സഹോദരൻ. ആദ്യം മനസ്സിലാക്കേണ്ടത്, എല്ലാ സമൂഹത്തിലും മുസ്ലിം, ക്രിസ്ത്യൻ, ഹൈന്ദവ സഹോദരങ്ങളൊക്കെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്. അവരുടെ പ്രശ്നം പണമില്ല, ജീവിക്കാനുള്ള വകയില്ല, രോഗമാണ് എന്നുള്ളതാണ്. അവർക്ക് ഈ മതവും ജാതി എന്ന് പറഞ്ഞിടക്കാൻ, വിദ്വേഷം പറഞ്ഞിടക്കാൻ സമയമില്ല. ഈ മനുഷ്യൻ്റെ കമൻറ്റ് കണ്ടപ്പം ഓണവുമായിട്ട് 1 കിലോ അരി വാങ്ങാൻ പോലും വകയില്ല എന്ന് പറഞ്ഞപ്പം, എടാ, മുസ്ലിമീങ്ങൾ മാത്രമല്ല, എൻ്റെ ഒപ്പം പഠിച്ച അഭിലാഷ് എന്ന് പറയുന്ന സഹോദരൻ കൂടി, അവൻ ഗൾഫിലാണ്. അവൻ എപ്പോഴും പറയും ചാരിറ്റി വീഡിയോ എനിക്ക് കൂടി ലിങ്ക് കൊടുക്കണം. അവൻ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ അപ്പം തന്നെ 2500 അവൻ തന്നു. ഇങ്ങനെ നമ്മളെല്ലാ മതത്തിൽപ്പെട്ടവരും കൂടി ചേർന്ന് നിന്നപ്പോഴാണ് ആ രതീഷിൻ്റെ മുഖത്ത് പുഞ്ചിരി ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഇവരുടെയൊക്കെ വിദ്വേഷവും കേട്ടുകൊണ്ട് നമ്മൾ ഉൾപ്പുളം കൊണ്ട് നടന്നാൽ, നാളെ നമുക്കൊരു പ്രശ്നം വന്നാൽ ജാതി മതഭേദമന്യ മനുഷ്യർ നമ്മുടെ ഒപ്പം നിൽക്കേണ്ടതാണ്. നിങ്ങൾ നരിച്ചോ, ഈ ആലപ്പുഴ നഗരത്തിലേക്ക് വന്നാൽ അൾററി മന്തി എന്നൊരു കടയുണ്ട്. എൻ്റെ പൊന്നും, അവിടെ ഉച്ച സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ ഉറി തൊട്ടവൻ, തൊപ്പി വെച്ചവൻ, എന്നെപ്പോലെ ഈ തലയെക്കെട്ടും ഈ നീളം കുപ്പായിട്ടവൻ, അതുപോലെ കുരിശ് വരച്ചവൻ, ഇവരെല്ലാവരും നിന്നുകൊണ്ട് ചിക്കൻ കാല് കൊണ്ട് കടിച്ചു പറിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക ചിക്കൻ കാല്. ഇവർക്ക് ആർക്കെങ്കിലും ഇത് മുസൽമാൻ്റെ കടയാണോ, ഇത് ഹിന്ദുവിൻ്റെ കടയാണോ? നല്ല ഭക്ഷണം കിട്ടുന്നതിനപ്പുറത്തേക്ക് അവരാരെങ്കിലും ചിന്തിക്കാറുണ്ടോ? നമ്മൾ ഏതല്ല ഇവിടെ ഇങ്ങനെയൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം ചെയ്തും ലാഭം കിട്ടുമ്പോഴും ഒക്കെയാണ് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അന്യോന്യം നമുക്ക് സഹായിക്കാൻ കഴിയുന്നത്. അതിൽ വരെ വർഗീയത. നിങ്ങൾ അങ്ങനെ എത്ര കട ബഹിഷ്കരിച്ചു? പരിശുദ്ധമായ റമദാൻ മാസം എത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തുടങ്ങും സോക്കേട്, മലപ്പുറത്ത് കട തുറക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് മുസ്ലിമീങ്ങളുടെ കച്ചവടങ്ങൾ ബഹിഷ്കരിക്കണമെങ്കിൽ പിന്നെ മലപ്പുറത്ത് കട തുറന്നാലെന്താ, തുറന്നില്ലെന്താ? സഹോദര സമുദായത്തിൽപ്പെട്ടവർ ഒരുപാട് പേരെ കടയുണ്ടല്ലോ. അപ്പം നിങ്ങൾ പറയുന്നത് മുസ്ലിമീങ്ങൾ മുഴുവൻ കട അടച്ചിട്ടിരിക്കുന്നു, പച്ചവെള്ളം പോലെ കിട്ടും. അവരെ പച്ചവെള്ളം, നിങ്ങൾ അവരെ പച്ചവെള്ളം കുടിച്ചാൽ അവർക്ക് ലാഭം കിട്ടത്തില്ലേ? അവരെ ബഹിഷ്കരിക്കണ്ടേ? അവരെ പാതാളത്തിലേക്ക് മടക്കിയേക്കണ്ടേ? അപ്പം ഇതൊരു തരം സോക്കേടാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പറയുന്നത്, ഇത്തരം വിദ്വേഷങ്ങളിലും ഇത്തരം വെറുപ്പുൽപാദകരുടെ നമ്മൾ ഒരു നിലക്കും ഇവരെ നമ്മൾ എൻ്റർടൈൻ ചെയ്യരുത്, ഒഴിവാക്കി വിടുക. നമ്മൾ മനുഷ്യരാണ്, നമ്മൾ മനുഷ്യർക്കൊപ്പം ചേർന്ന് നിൽക്കുക.